ദൈവം തന്റെ മക്കൾക്ക് സീനായി മലയിൽ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം ദൈവമക്കൾ എങ്ങനെ കേൾക്കണം എന്നതിന്റെ മാതൃക അവിടെ തന്നു. ഹല്ലേലൂയ. ഭയത്തോടും വിറയലോടും കൂടെയാണ് ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ മക്കൾ സീനായി മലയിൽ വെച്ച് കേൾക്കുവാൻ ഇടയായത്. ദൈവവചനം കേൾക്കുകയും അതിനെ ആമേൻ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ സമ്മതിച്ചുകൊണ്ടാണ് അവർ ദൈവത്തിന്റെ വചനം കേട്ടത്. So the Lord God the Almighty has given a model in Exodus chapter 19 how to hear the voice of the Lord, how to hear the commandments of the Lord, how to hear the word of the Lord. There is a responsibility on the preacher and there is also a responsibility on the hearers. The preacher ought to be a person who hears the voice of God. If the preacher is not a person who hears the voice of God, the hearer should not heed to such voices. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത ദൈവദാസന്മാരുടെ ശബ്ദം കേൾക്കാൻ ദൈവമക്കൾ പോകാൻ പാടില്ല. ദൈവശബ്ദം കേൾക്കുന്നവരുടെ ശബ്ദമാണ് ദൈവമക്കൾ കേൾക്കേണ്ടത്. എന്നാൽ ദൈവശബ്ദം കേൾക്കുന്നവരുടെ ശബ്ദം കേൾക്കേണ്ടതുപോലെ കേട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ യാതൊരു സ്വാധീനവും നമ്മിൽ ഉണ്ടാവുകയില്ല എന്ന് ദൈവത്തിന്റെ പ്രമാണം നമ്മോട് പറയും. The hearer has got a unique responsibility by hearing the voice of the Lord. And the Almighty God spoke to the people of Israel in Deuteronomy chapter 8 verse 3 that man shall not live by bread alone. What does it mean? We can spend a portion of our time in search of the bread. But it also tells us that we ought to take time to seek the words from the mouth of the Lord. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളെ കൊണ്ട് ജീവിക്കുന്നതാകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ള ആഹാരം അന്വേഷിപ്പാൻ സമയം വേർതിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളെ അന്വേഷിപ്പാനും നാം സമയം വേർതിരിക്കേണ്ടവരാണ്. മഹാദൈവം അതുകൊണ്ടാണ് നമ്മോട് പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല. ആവർത്തനം 8:3 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല, നിന്റെ ഹൃദയത്തിൽ ഉള്ളത് എന്തെന്ന് ഞാൻ അറിയേണ്ടതിന് ഞാൻ നിന്നെ പരീക്ഷിച്ച് ഹല്ലേലൂയ എന്റെ വചനങ്ങളാണ് നിന്റെ ഹൃദയത്തിലുള്ളതെങ്കിൽ പരിശോധനയുടെ മധ്യേ നീ എങ്ങനെ പ്രതികരിക്കും? എന്റെ വചനങ്ങൾ അല്ല ഹൃദയത്തിലുള്ളതെങ്കിൽ ഞാൻ നിന്നെ പരീക്ഷിക്കുമ്പോൾ നിന്റെ വായിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും? The Lord says in the same chapter in Deuteronomy 8, I have tested you. I have tested you and you failed because my words were not in your heart. കർത്താവിന്റെ ശബ്ദം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്നില്ല എങ്കിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യേ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ നമ്മൾ കുഴഞ്ഞവരായി മാറുന്നു, നമ്മൾ വലഞ്ഞവരായി മാറുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം നട്ട വചനം അതിൽ നാം നിലനിൽക്കുന്നവരാണെങ്കിൽ വചനത്തിന് അനുസൃതമായ
we will be able to stand, provided we are rooted in the word that has come to us. We are rooted in the word. Hallelujah. Hallelujah. And I would repeatedly say, hearing a 2-hour sermon from the YouTube, from a very good pastor, may not become your spiritual bread. You may get some head knowledge from hearing a sermon, but you may not grow in the Lord. You may not grow in the Lord. In order to grow, you must have a one-to-one experience from the Almighty God. A one-to-one experience from the Almighty God. Hallelujah. Hallelujah. So, meditating on the word, listening upon the word of the Lord, spending time in the presence of the Lord is not a substitute for anything else in the life of a child of God. ദൈവത്തിന്റെ വിശുദ്ധ വചനം വായിച്ച് ധ്യാനിച്ച് അതിന്റെ മുമ്പാകെ സമയം ചെലവിടുന്നതിന് പകരമായി ഈ ലോകത്തിൽ വേറെ യാതൊന്നും ഒരു ദൈവവചനം കർത്താവ് തന്നിട്ടില്ല. എല്ലാത്തിനും അതാതിന്റെ സ്ഥാനം നമ്മൾ കൊടുക്കുന്നവരായിരിക്കണം. ഒന്നും അതിന്റെ സ്ഥാനം തെറ്റിപ്പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Would you read Hebrews chapter 4 verse 3? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ verse 2. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. Yes, in English also. Hebrews 4:2. For this good news, God has prepared a place of rest, has been announced to us just as it was to them. But it did them not good, because they did not believe what God told them. Hallelujah. Hallelujah. A message, a word. We continuously use the term the word of the Lord. The word of the Lord. So a word is a communication between two minds. If there is no communication between two minds, it is just a sound. വചനം രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ളതായ ആശയവിനിമയമാണ്. രണ്ട് ഹൃദയങ്ങൾ അതിലുണ്ടായിരിക്കണം. അവിടെയാണ് വചനം ഉടലെടുക്കുന്നത്, വചനം പ്രവൃത്തിപഥത്തിലെത്തുന്നത്. രണ്ട് ഹൃദയങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അത് വെറും ശബ്ദമായി മാത്രം അവസാനിക്കുന്നു. ഞാനിവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുക, ഞാനിവിടെ നിന്നോട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ആശയവിനിമയവുമില്ല. നിങ്ങളൊന്നും ഗ്രഹിക്കുന്നില്ല, ഞാനൊന്നും അറിയുന്നില്ല ഞാൻ എന്താണ് പറയുന്നത്. എന്നാൽ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക ബന്ധത്തിലൂടെയാണ് ശബ്ദം, സംസാരം, വചനം. ഹല്ലേലൂയ. ഏതാണ് ഈ രണ്ട് ഹൃദയങ്ങൾ? മഹാദൈവത്തിന്റെ ഹൃദയം, മനുഷ്യ ഹൃദയം. ഹല്ലേലൂയ. ദൈവവചനം മഹാദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് മനുഷ്യ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവ്യമായ അനുഭവമാണ്.
കർത്താവിന്റെ ഹൃദയം എന്റെ ഹൃദയത്തെ തട്ടുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെ, ദൈവം എന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലൂടെ ദൈവത്തിന്റെ ഹൃദയം എന്റെ ഹൃദയത്തെ തട്ടുന്നത് മനസ്സിലാക്കുന്നതാണ്. There is a one-to-one confrontation of the heart of the Lord, the mind of the Lord with the mind of the child of God. And there alone is the word of God. The mind of God touching my mind. And I understand the mind of God. I receive the mind of God. I receive the voice of God. I receive the message of God. I understand it. And not only I understand it, rather my personality, my whole being becomes different when I have a touch from the mind of God in my life. If not, there is no profit in hearing. That is what he said. But the word they heard did not profit them because it was not united by faith in those who heard it. കേട്ടവരിൽ വിശ്വാസമായി രൂപാന്തരപ്പെടാഞ്ഞതുകൊണ്ട്, പരിവർത്തനം നടക്കാഞ്ഞതുകൊണ്ട്, അതിന്റെ പ്രവൃത്തി എത്താഞ്ഞതുകൊണ്ട് വചനം പ്രയോജനമില്ലാത്തതായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ആലോചന ദൈവ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് പ്രാപിക്കുന്ന ഒരനുഭവമാണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്, ദൈവത്തിന്റെ വചനങ്ങളെ പ്രാപിക്കുന്നത്. അവർ തൃക്കാൽക്കൽ ഇരുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചതിന് പറഞ്ഞിരിക്കുന്നു, തന്നോടുകൂടെ ഇരിക്കുവാൻ, പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ, തന്നോടുകൂടെ ഇരിക്കാൻ. ഹല്ലേലൂയ. അരമണിക്കൂർ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ഇരുന്ന് ആ ദൈവ ശബ്ദം കേൾക്കാനുള്ള കഴിവ് ഇതിനകത്ത് എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊരു വീട്ടിലെ കല്യാണം കഴിഞ്ഞിട്ട് മരുമോള് വീട്ടിൽ ചെന്ന് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മരുമോൾ ആകെ ഇങ്ങനെ ക്ഷീണിച്ചിരുന്ന നാട്ടുകാർ രണ്ടുപേര് തമ്മിൽ ഇങ്ങനെ ഒന്ന് ചോദിച്ചു, എന്താ ഈ മരുമോൾ ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നതെന്ന് പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞു, അത് തവിബാധയാണ്. തവി എന്ന് പറയുന്ന ഒരു സാധനം നാട്ടിലുണ്ട്. അപ്പോൾ ഈ തവിബാധ വന്നാൽ പിന്നെ ശരീരം ക്ഷീണിക്കും. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ നല്ലൊരു ഭാഗത്തിനും തവിബാധ പിടിച്ചു. എല്ലാം ഇങ്ങനെ ക്ഷീണിച്ച് പോകുന്നത് കിട്ടേണ്ടതൊന്നും അതിൻ്റെ ആ കിട്ടേണ്ട അനുഭവത്തിൽ കിട്ടുന്നു. ഹല്ലേലൂയ. ഒരു കല്യാണത്തിന് വെച്ച് അപ്പനും മക്കളും കൂടി ഇരിക്കുക. ചിക്കൻ ബിരിയാണി വിളമ്പുമ്പോ മോള് വിളമ്പുന്ന ആളിനോട് പറഞ്ഞു, അതിന്റെ അപ്പനായിരിക്കുന്നേ, ചോറൊട്ട് വേണ്ട, കഷ്ണം മാത്രം ഇട്ടാൽ മതി. അപ്പൊ കല്യാണത്തിന് കൊണ്ടുവച്ച് മോള് അപ്പനെ അങ്ങ് മിരുക്കാൻ ശ്രമിക്കുക. പിന്നെ കല്യാണത്തിന് കൊണ്ടുവച്ചല്ല മിരുക്കേണ്ടത്, അപ്പനെ അതുകൊണ്ട് എവിടെങ്കിലും പോയി ഒരു ബിരിയാണി നിന്നുകൊണ്ട് ഒന്നും കാണത്തില്ല കൈ. ഇന്നത്തെ ശാസ്ത്രം നമ്മെ പഠിപ്പിച്ചു, ആ ബിരിയാണിക്കകത്ത് മിക്കവാറും ചില ദോഷങ്ങളെ കാണത്തുള്ളൂ, ചിലപ്പോൾ നല്ലതൊന്നും കാണത്തില്ല.
അതുകൊണ്ട് ശരീരത്തിന് കിട്ടേണ്ടത്, മഹാദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് വേറെ ഒരിടത്തുനിന്നും കിട്ടുന്നതല്ല. വേറെ ഒരിടത്തുനിന്നും കിട്ടുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ശാന്തമായി കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരപ്പച്ചൻ പ്രായമായി പിന്നെ രക്ഷിക്കപ്പെട്ടത്. അപ്പോ പ്രായമായി പിന്നെ രക്ഷിക്കപ്പെട്ട് സഭായോഗത്തിന് പോണെങ്കിൽ 5 മൈല് ദൂരമുണ്ട്. അപ്പോൾ ഈ 5 മൈൽ നടക്കാൻ കാലുകൾ അങ്ങോട്ട് ബലപ്പെടുന്നില്ല. പുള്ളി കാലിനോട് പറഞ്ഞു, എന്റെ കാലേ, ഞാൻ പിശാചിനെ സേവിച്ച കാലത്ത് നീ എന്നെ ഇവിടെല്ലാം കൊണ്ടുപോയതാണ്, നിനക്കന്ന് ഒരു ക്ഷീണവുമില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ ദൈവത്തെ സേവിക്കാൻ എവിടെയൊക്കെ പോകണോ അവിടെ മുഴുവൻ എന്നെ നീ കൊണ്ടുപോയിക്കോണമെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. സഭായോഗത്തിന് വന്നിരുന്നപ്പോൾ പുള്ളിക്കാരൻ ഒരു നല്ല സീറ്റൊന്നും അല്ല കിട്ടിയത്. നമ്മളെ പോലെ ഇങ്ങനെ നല്ല സീറ്റൊക്കെ ഉള്ളത് ചുരുക്കം ആളുകൾക്കേ ഉള്ളൂ. അവിടെ ഇരുന്ന് തിരികെയൊക്കെ ചെയ്തു. നടുവിനും ഒക്കെ ഭയങ്കര വേദന ഉണ്ടാകും. നേരെ വീണ്ടും പറഞ്ഞു, എന്റെ അസ്ഥികളെ, എന്റെ സന്ധികളെ, നീ പണ്ട് സിനിമയ്ക്കൊക്കെ പോയി എത്ര മണിക്കൂർ അവിടെ കുത്തിയിരുന്നതാ. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നീ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണമെന്ന് സ്വന്തം അസ്ഥിയോടും സന്ധികളോടും ഒക്കെ പറഞ്ഞു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. Sit in the presence of the Lord. Receive that which we ought to receive. Hallelujah. Do not become uncomfortable in the presence of the Lord. Try and enjoy God's presence. Sit in the presence of the Lord. When you have half an hour, do you enjoy meditating on the word of the Lord? Do you receive something from the Lord? Do you hear the voice of the Lord? Can you use your ears in the presence of the Lord? Do you feel the warmth of the presence of the Lord? കർത്താവിന്റെ വചനം കേൾക്കുന്നതിന്റെ പുഷ്ടി ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ? Hallelujah. They were not able to get profit from hearing the word of the Lord. Hallelujah. Hallelujah. When there is a message, or through the Bible we read the oracle of the Lord, the message of the Lord. What is a message? A message is an important matter, a relevant matter between two people. The message or the word of the Lord is the most relevant matter in the life of a child of God. Receive it. Hallelujah. Receive it in the presence of the Lord. Sit in the presence of the Lord. Heed to the voice of the Lord. Hallelujah. And therefore, the people of Thessalonica, in chapter 2 verse 13, when you look into the background of the Thessalonian church, you will see that the maximum time Apostle Paul spent in Thessalonica was only between 2 months to 5 months maximum. So it's a church that has heard only a few sermons. They were not able to hear the message of Apostle Paul for a longer period of time because of the persecution that the apostles faced over there. Paul, Silas, and Timothy, they together went and tried to minister in that place. But the Jews were disturbed of the message of Apostle Paul. The people over there, they were the disciples of Plato and the disciples of Moses.
there were a few Jews, and the rest of them were the Greeks, the pagans. They were people, they were the disciples of Plato. But both these groups, they were living in an uncomfortable situation with all the teachings of Moses upon the Jewish community and all the teachings of Plato on the pagan community. Hallelujah. ലോകത്തിലെ ഭൗതിക തലത്തിൽ ഏറ്റവും ജ്ഞാനികളായ ഭൗതിക രാക്ഷസന്മാരായ 3 പേര് ഒരുക്കിയെടുത്ത സമൂഹമാണ് യവനായ സമൂഹം. അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലേറ്റോ. ആയുഷ്കാലം മുഴുവൻ ജനങ്ങളെ പഠിപ്പിച്ച് ഉപദേശിച്ച് നല്ല ജീവിതത്തെ അവർക്ക് മാതൃകയായിട്ട് കാണിച്ചു കൊടുത്ത 3 പേരാണിവർ. The giants of the Grecian culture, Aristotle, Socrates and Plato, each of them preached more than 40 years of their life, and they were preparing the people. But in spite of all the teachings of these 3 intellectual giants and exemplary people, what was the situation of the community when Jesus came? It was a deplorable community. You can see the morality of the community in the first 3 chapters of the book of Romans. ഇത്രയും ബുദ്ധിരാക്ഷസന്മാരെ നീതി, ന്യായം, ധാർമ്മികത ഇത് മുഴുവൻ പഠിച്ചിട്ടും എത്ര അധപ്പതിച്ച മോശമായ ജീവിതമായിരുന്നു ഈ ജനത്തിന്റെ ജീവിതം. ഞാനും നിങ്ങളും ജീവിക്കുന്ന അമേരിക്കൻ സമൂഹത്തിന്റെ എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തു വരുന്ന സമയത്തെ സമൂഹത്തിനുണ്ടായിരുന്നു. അത് റോമർ 1, 2, 3 അധ്യായങ്ങളിൽ ആ രോഗങ്ങളെല്ലാം വരച്ചു കാണിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇത്ര അധപ്പതിച്ച സമൂഹത്തിനെ പൗലോസിന്റെ 10 പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ വ്യതിയാനത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് ഈ വാക്കുകൾ നമ്മോട് പറയുന്നത്. What was the impact of the sermons, the word of the Lord that Apostle Paul preached to these people within a short period of time? What is happening to us when we continuously hear and hear and hear? What effect is there from the word of the Lord in our lives? And Apostle Paul says, we constantly thank God. Something to worship the Lord. What is the thing to thank God for? When you receive the word of the Lord, which you heard from us, you accepted it not as the word of men, but what it really is, the word of God. Hallelujah. When you heard the word, you received the word. I do not like to disturb you with the Greek words and all that. I usually try not to speak anything of that. But a very powerful word is used over there. The word received, which means personalized. Take control of your life. Take the grip of your life. Seize your life. Hallelujah. That is how the word came into your life. ദൈവത്തിന്റെ വചനം നിങ്ങളിലേക്ക് നിങ്ങൾ സ്വീകരിച്ചത്. മലയാള ഭാഷയിലെ
ഇംഗ്ലീഷ് ഭാഷയിൽ ഒന്നും ആ പദത്തിന്റെ അർത്ഥം കൊണ്ടുവരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിങ്ങളെ കേറി പിടിച്ചത്, നിങ്ങളെ അകത്തെ മനുഷ്യനെ വചനം ചുറ്റി പിണഞ്ഞത്, നിങ്ങളെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ഹേമിച്ചത്, നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തിയത്, നിങ്ങളുടെ ജീവിതത്തിൽ വചനം വരുത്തിയ സ്വാധീനങ്ങൾ, നിങ്ങളുടെ സ്വഭാവത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ദിവ്യമായ മാറ്റങ്ങൾ, 120 വർഷം ഈ ബുദ്ധിശാലികൾ പ്രസംഗിച്ചിട്ടുണ്ടാകാത്ത വ്യത്യാസം 2 മാസം കൊണ്ട് നിങ്ങളിൽ ഉണ്ടായതിന്റെ കാരണം, hallelujah, the word of the Lord, how to receive it, how it took control of your life. Hallelujah. What Plato couldn't do, what Aristotle couldn't do, what Socrates couldn't do, all through the 120 years of their ministry, now with the words of the apostle, within a short time, it has changed your personality. നിങ്ങളുടെ വ്യക്തിത്വം മാറുവാനിടയായി തീർന്നത്. കാരണം ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടത്, ഹല്ലേലൂയ, സാക്ഷാൽ ദൈവവചനം ആകുന്നത് പോലെ, അത് മനുഷ്യന്റെ ശബ്ദമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവ ശബ്ദമായി കേട്ടതുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് അതിന്റെ കാരണം? 2 മാസം കൊണ്ട് ശക്തരായ വിശ്വാസികൾ ഉണ്ടായതിന്റെ, ആരോഗ്യമുള്ള വിശ്വാസികൾ, തവിബാധയില്ലാത്ത വിശ്വാസികൾ 2 മാസം കൊണ്ട് ഉണ്ടായതിന്റെ കാരണം എന്താണ്? ഹല്ലേലൂയ. ചുരുക്കം പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വ്യത്യാസം ഉണ്ടായത് എന്താണ്? ലോകത്തിലെ മഹാന്മാരെ കൊണ്ട് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാഞ്ഞ ഈ സമൂഹത്തിന് ഇത്ര വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താണ്? ദൈവത്തിന്റെ വചനം സാക്ഷാൽ ആകുന്നത് പോലെ. ഹല്ലേലൂയ. Praise the Lord. It grasped you. It seized you. It captivated you. It became your inheritance. It entered into the core of your personality. It entered into the inner person. And you were able to make a correct estimate of the gospel. You were able to understand the power of the gospel. You were able to understand the influence of the gospel. You were able to understand the transforming power of the gospel. Hallelujah. ദൈവവചനത്തിന്റെ സ്വാധീനം എന്താണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ. 50,000 പ്രസംഗം കേൾക്കുന്നതിനല്ല കാരണം, ഇതൊരു വിത്താണ്. ഈ വിത്ത് അകത്ത് വന്ന് വീണാൽ അത് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അത് ബലം പ്രാപിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ദൈവത്തിന്റെ വചനമാണ്. ഇത് മേളിൽ നിന്ന് വീണ വിത്താണ്. ഇത് ഈ ഭൂമിയിലുള്ള വിത്തൊന്നുമല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെങ്കിൽ ആ സ്വർഗീയ വിത്ത് വളരുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. ഈ ലോകത്തിലെ ഒന്നിനും ഈ വിത്തിനെ കെടുത്താൻ കഴിയുന്നതല്ല. ഈ ലോകത്തിലെ കാറ്റിനും കോളിനും ഈ വിത്തിനെ നശിപ്പിക്കാൻ കഴിയുന്നതല്ല. ഈ ലോകത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഈ വിത്തിന്റെ മേൽ യാതൊരു സ്വാധീനവുമില്ല. ഇത് ജീവനുള്ളതാണ്, ഇത് ചൈതന്യമുള്ളതാണ്. ഇതിന്റെ ശക്തി സ്വർഗത്തിൽ നിന്ന്, ദൈവ സന്നിധിയിൽ നിന്ന് വരുന്ന ശക്തിയാണ്. It is the heavenly seed
seed that comes from the presence of the Lord. The nurturing power is from above. It is not dependent on the circumstances around. The circumstances cannot quench the seed. It cannot kill the seed. It is the heavenly seed, seed from the presence, and therefore it receives its strength from above. It is not dependent on Apostle Peter or Apostle Paul or some other apostles. Rather, it is from the presence of the Lord. Do you know there are so many Christians in the world who never heard a sermon from any preacher? Hallelujah. Hallelujah. Praise the Lord. There are people in secluded places who do not hear. Hallelujah. But they are alive. They are alive because of a peculiar nurture they receive. Hallelujah. Hallelujah. ഒരു ക്രിസ്ത്യാനി പോലും പ്രസംഗിക്കാതെ വടക്കേ ഇന്ത്യയുടെ ചില സ്ഥലങ്ങളിലൊക്കെ ദൈവമക്കളായവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് അവരൊരു ക്രിസ്ത്യാനിയെ കണ്ടതും ഒരു സഭ കണ്ടതും ഒരു കൂടിവരെ അവർക്ക് കിട്ടിയതും. അനേക നാളുകൾ അങ്ങനെയുള്ള ഒന്നും കിട്ടാതെ അവരുടെ വിശ്വാസം അവർ സൂക്ഷിച്ചു. ഇത് സ്വർഗത്തിൽ നിന്ന് വീണ വിത്താണ്. ഇതിന്റെ പോഷകങ്ങളെല്ലാം സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് ഇവിടുത്തെ കാര്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നതല്ല, ഇവിടുത്തെ പ്രസംഗങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നതല്ല. ഇത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട്, ഇത് ദൈവത്തിന്റെ സംഭാഷണമായതുകൊണ്ട്, ഇത് ദൈവത്തിന്റെ ദാനമായതുകൊണ്ട്. ഹല്ലേലൂയ. Praise the Lord. There are so many complaints from the Old Testament prophets. Jeremiah, Isaiah continuously condemned the people of Israel. You have no place in you for the word of the Lord. Hallelujah. You have threw the word behind you. നിങ്ങൾ എന്റെ വചനങ്ങളെ പുറകിലെറിഞ്ഞു കളഞ്ഞു. സ്തോത്രം. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതൊരു പ്രത്യേകതരം കേൾവിയാണ്. ഹല്ലേലൂയ. ഇതൊരു ദിവ്യമായ കേൾവിയാണ്. ഇതൊരു വിശ്വാസത്തിന്റെ കേൾവിയാണ്. ഇത് പരിണാമം സംഭവിക്കുന്ന കേൾവിയാണ്. ഇത് രൂപാന്തരം സംഭവിക്കുന്ന കേൾവിയാണ്. ഇത് ദൈവത്തിന്റെ വിത്തിന്റെ ഫലകരമായ കേൾവിയാണ്. അതെന്നിൽ വളർന്നു കഴിയുമ്പോ ഹല്ലേലൂയ ഈ വചനത്തിലെ ഏതെങ്കിലും ഭാഗമായിരിക്കാം എന്റെ അകത്ത് വീണത്. അത് ഉൽപ്പത്തി നിന്നായിരിക്കാം, അത് സദൃശവാക്യത്തിൽ നിന്നായിരിക്കാം, അത് വെളിപ്പാടിൽ നിന്നായിരിക്കാം, അത് സഭാപ്രസംഗിയിൽ നിന്നായിരിക്കാം, എവിടുന്നേലും ആയിരിക്കാം ആ വിത്ത് വീഴാനുണ്ടായ കാരണം. പിന്നെ അതിങ്ങനെ വളരുക. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ആ വിത്ത് പിന്നെ വളരുകയാണ്. ഹല്ലേലൂയ. അതിന്റെ മുഖാന്തരങ്ങൾ സ്വർഗത്തിലെ ദൈവമാണ് പിന്നെ ക്രമീകരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 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 And what is our responsibility when the seed begins to grow in our life? Hallelujah. It is my responsibility to search the scriptures and feed, to search the scriptures. Hallelujah. It is my responsibility. And every time when I have a meaningful meditation, there is a powerful confrontation of the mind of God with my mind.
And that is where I become stronger and stronger. Hallelujah. Hallelujah. You may have heard so many sermons, and you may have read the word of God several times. But the word of the Lord very clearly says, a good number of sermons and a good number of your meditations had no profit in life. And let us not repeat it again. Let us not repeat that. Hallelujah. Let us not repeat that. Make it profitable. Receive the profit. Receive the profit. Receive the profit. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചൂടും എന്റെ പ്രസംഗവും കൂടെ നിങ്ങളെ വളരെ ക്ഷീണിതരാക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ, ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഞങ്ങൾ വിശക്കുന്നതെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പം അമ്മ എന്തുവരും കോരി അതിനകത്ത് ഇട്ട് തരും. അങ്ങോട്ട് കൊണ്ടുപോയി ഞങ്ങൾ പെടാന്നൊക്കെ കഴിയും. ഇന്നത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല. അവർക്ക് നല്ല കുഴച്ച് ഉരുട്ടി മിക്സിക്കകത്തൊക്കെ ഇട്ട് അല്ലെങ്കിൽ പ്രത്യേകം എടുത്ത് വെച്ച് അത് ഒരു കോരി അതിനകത്ത് വായിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുറുക്കി വെച്ച് അടച്ചു വെച്ച് പിള്ളേരെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക കസേര കയറ്റി ഇരുത്തി വലിച്ചിട്ട് മുറുക്കി 4 സൈഡും അവരെ ഫിറ്റാക്കി വെച്ചിട്ട് കുത്തി ഇതെല്ലാം കഴിഞ്ഞാലും ഇങ്ങനെ ഓതി ഓതി പിള്ള കിറിഞ്ഞി കാരണം എന്താ കഴിക്കുന്നത് ഇങ്ങനെ കുത്തിക്കയറ്റിയാൽ വലിയ പ്രയോജനമൊന്നുമില്ല. വിശപ്പുള്ളവും കഴിക്കണം, ആർത്തിയുള്ളവും കഴിക്കണം. തിന്ന് നിറഞ്ഞവന് തേൻകട്ടയും വിശപ്പുള്ളവരേതാഹാരവും അമൃതപോലെ. സ്തോത്രം. ഹല്ലേലൂയ. മക്കൾക്ക് ഇങ്ങനെ കുത്തി വാരി കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷേ കേൾക്കാൻ മനസ്സില്ലാത്തവരോട് പ്രസംഗിക്കുന്നത് തെറ്റാണെന്നാണ് ദൈവത്തിന്റെ വചനങ്ങളോട്. വിശ്വാസികളെ കുത്തിക്കയറ്റി കൊടുക്കരുത്. Hallelujah. Apostle Paul says one more thing over there. Brothers, you became imitators of the churches of God in Judea. They never know. They never been to Judea. They do not know anyone in the church of Judea. No communication with the church in Judea. But you, even though you do not have any communication with the churches in Judea, you became imitators of the churches in Judea. നിങ്ങൾ യഹൂദയിലുള്ള ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. എങ്ങനെയാണ്? യഹൂദയിലുള്ള ആരെയും അറിയാതെ, ആരെയും കാണാതെ, ആരുമായിട്ടും സംസാരിക്കാതെ തെസലോനിക്കയിലെ യൂറോപ്പിലെ ദൈവമക്കൾ, ഏഷ്യയിൽ താമസിക്കുന്ന ദൈവമക്കളുടെ അനുകാരികളായി തീർന്നത്. പൗലോസ് പറയുന്നു, നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്നു. അവർ നല്ല പാരമ്പര്യമുള്ളവരാണ്, ഒത്തിരി അനുഭവങ്ങൾ പ്രാപിച്ചവരാണ്, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടവരാണ്, പഴയ നിയമം എല്ലാവർക്കും അറിയാവുന്നവരാണ്. നിങ്ങൾക്ക് ഒന്നും അറിയാവുന്നവരല്ല, നിങ്ങൾ കുറച്ച് പ്രസംഗം മാത്രമേ കേട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങളെയും അവരെയും കണ്ടിട്ട് ഒരുപോലെ. കാരണം എന്താണ്? നിങ്ങൾ രണ്ടും ഒരേ അപ്പന്റെ മക്കളാണ്. നിങ്ങൾ രണ്ടും ഒരേ രീതിയിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും പൗലോസ് കണ്ട രണ്ടുപേരെയും കണ്ടതായതുകൊണ്ട് നോക്കിയപ്പോൾ യഹൂദയിൽ എല്ലാ പ്രിവിലേജസും ഉള്ള ദൈവമക്കള് ആയിരിക്കുന്ന അതേ ആരോഗ്യത്തിൽ ഒരു പ്രിവിലേജും ഇല്ലാത്ത തെസലോനിക്കയിലെ വിശ്വാസികളും നല്ല പുഷ്ടിയുള്ളവരായിരുന്നു. ഹല്ലേലൂയ. കാരണം വളർത്തുന്ന അപ്പൻ ഒന്ന് തന്നെ. ഈ അപ്പം വളർത്തുന്നതൊന്നും ഓഞ്ഞു പോകത്തില്ല. എല്ലാം നല്ല ഒന്നിന് മെച്ചമായി മറ്റൊന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുവൻ 1000 ഓടിക്കും, നിങ്ങളിൽ 2 പേർ 10,000 ഓടിക്കും. ഈ അപ്പൻ വളർത്തുന്നതൊക്കെ നല്ല ബലമുള്ളതായിരുന്നു.
ആരോഗ്യമുള്ളതായിരിക്കും. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കും. ഹല്ലേലൂയ. No unprofitable hearing. പ്രയോജനമില്ലാത്ത കേൾവികളെ, പ്രയോജനമില്ലാത്ത വായന, പ്രയോജനമില്ലാത്ത പ്രാർത്ഥന, പ്രയോജനമില്ലാത്ത വചന കേൾവി നമുക്ക് നിർത്താം. സാക്ഷാൽ ആകുന്നത് പോലെ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദമായി ദൈവ ഹൃദയത്തിൽ നിന്ന് തന്നെ കേൾക്കുന്നവരാകാം. ഹല്ലേലൂയ.